2 ദിവസമായിട്ട് നല്ല തിരക്കായിരുന്നു കേട്ടോ. ഒട്ടും സമയം കിട്ടുന്നില്ലായിരുന്നു വീഡിയോ എഡിറ്റ് ചെയ്യാനും ഒന്നും. ഇത് ഇവരുടെ സ്കൂളിലെ ലാസ്റ്റ് ഡേ ഓണ സെലിബ്രേഷൻ്റെ വീഡിയോ ആണ് കേട്ടോ. ഒട്ടും സമയം കിട്ടാത്തതുകൊണ്ടാണ് ഇതിപ്പം എഡിറ്റ് ചെയ്ത് ഇടേണ്ടി വന്നത്. അപ്പം സ്കൂൾ അടയ്ക്കുന്ന ദിവസത്തെ ഓണ ഫംഗ്ഷൻ അന്നത്തെ വീഡിയോ ആണിത്. അപ്പം ലച്ചുവിൻ്റെ ഡ്രസ് കോഡ് 10ാം ക്ലാസ്സിലെ കുട്ടികളെല്ലാവർക്കും ഈ ടൈപ്പിലാണ്. എന്നാലും വ്യത്യാസമുണ്ട്. ഇച്ചിരി ക്രീം കളർ, എന്നാലും വൈറ്റായിരുന്നു. വൈറ്റും ഇതേലും പച്ച ഷാളും അതൊക്കെയായിരുന്നു കേട്ടോ. ആഷ്മയ്ക്ക് ഓണക്കോടി വെച്ചിട്ടുണ്ട്. ആഷ്മ ഓണക്കോടി ആക്കിയിട്ട് സുന്ദരി കുട്ടിയായിട്ടൊക്കെ പോകാനിരുന്നപ്പോഴാണ് അവരുടെ ഹൗസ് വൈസ് തിരുവാതിര ഇന്നും ഉണ്ട്, അവർ കളിക്കണം, വീട്ടിൽ നിന്ന് മേക്കപ്പ് ചെയ്ത് വരണം എന്നൊക്കെ പറഞ്ഞ് ഇന്ന് രാവിലെ കൂടി മെസ്സേജ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കണ്ട മുല്ലപ്പൂ ഇന്നലെ മുല്ലപ്പൂ ആണെങ്കിൽ ഫർണിക്ക് പോയി മേടിച്ചാണ് കേട്ടോ. കെട്ടിത്തരാൻ സമയമില്ലാത്തതുകൊണ്ട് അവർ മുല്ലപ്പൂ മേടിച്ചിട്ടൊന്ന് വീട്ടിൽ വെച്ച് കെട്ടി കേട്ടോ. പലരും പല റേറ്റ്, ഒരിടത്ത് 60 രൂപ, ഒരിടത്ത് 70 രൂപ, ഒരിടത്ത് 80 രൂപ, അങ്ങനെ പലയിടത്തും പല റേറ്റായിരുന്നു മുല്ലപ്പൂവിന് കേട്ടോ. അപ്പോൾ സ്കൂളിൽ വന്ന് നട്ടതെല്ലാം ലച്ചുവിൻ്റെ ക്ലാസ്സിലെ കുട്ടികളാട്ടോ. എല്ലാവരും അവരുടെ ഇഷ്ടത്തിന് ഉടുപ്പ് തുണി എടുത്ത് തയ്പ്പിച്ചിട്ടുണ്ട്. കളർ ചെറിയ ചെറിയ വ്യത്യാസമുണ്ട്, എന്നാലും പൊതുവെ മൊത്തത്തിൽ വൈറ്റ് എന്ന് പറയാം. വൈറ്റും ഗ്രീനും ആണെന്ന് പറയാം. പിന്നെ ഫോട്ടോഷൂട്ടാണ് എൻ്റെ അമ്മച്ചി. പിന്നെ അങ്ങോട്ട് കൂട്ടുകാരികളെല്ലാം കൂടെ കൂടി അങ്ങ് ഫോട്ടോഷൂട്ടിൻ്റെ മേളമായിരുന്നു. നമ്മുടെ ആഷ്മി വീട്ടിൽ നിന്ന് ഒരുങ്ങി വന്നപ്പോൾ ഈ കൊലത്തിലായിരുന്നു. കഷ്ടം പാവം പിടിച്ചോളി മാത്രം സെറ്റും മുണ്ടൊക്കെ കൊടുത്തിട്ട് വന്നു. അവിടെ കൂട്ടത്തിൽ അവരുടെ ഗ്രൂപ്പിൽ ഒരു കുട്ടികളും ഇതുപോലെ മേക്കപ്പ് ചെയ്ത് വന്നില്ല കേട്ടോ. പിന്നെ അവിടെ വന്ന് അവൾക്കങ്ങ് വിഷമമായിപ്പോയി. പിന്നെ അവൾ അവിടെ വന്നിട്ട് ഡ്രസ്സ് മാറിയിട്ട് പിന്നെ ഓണക്കോടി എടുത്തങ്ങ് ഇട്ട്. ഇത് അറിഞ്ഞിരുന്നെങ്കിൽ അവൾ വീട്ടിൽ നിന്ന് അങ്ങനെ വന്നേണ്ടായിരുന്നു. രാവിലെ കൂടെ മെസ്സേജ് ഉണ്ടായിരുന്നു. അപ്പോൾ പിള്ളേർ തിരുവാതിര കളിക്കുന്നില്ലെന്ന് ഞാൻ വിചാരിച്ച, പക്ഷേ അതുകൊണ്ട് അവരുടെ തിരുവാതിരയാണ് ഇത് കേട്ടോ. കാരണം ഓരോ കുട്ടികൾക്ക് ഓരോ ഡ്രസ് കോഡ് ഉള്ളപ്പം അവർ അതും കളഞ്ഞേച്ച് മറ്റേ സെറ്റ് സാരി ഒന്നും എടുത്തുകൊണ്ട് വരത്തില്ല കേട്ടോ. അങ്ങനെ പിന്നെ ആ ഇട്ടുന്ന ഡ്രസ്സും ഇട്ട് അവർ തിരുവാതിര കളിക്ക് കയറി. അപ്പം ഞാനും ഇവിടുത്തെ ഒരു PTA മെമ്പറാണ്. അപ്പം PTA-കാരുടെ വകയായിട്ട് പായസം വിതരണം ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ ആയിരുന്നു സ്കൂളിൻ്റെ വകയായിട്ടുള്ള പായസ വിതരണം. അപ്പം ഇന്നലെ LKG തൊട്ട് 2ാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ സെലിബ്രേഷനൊക്കെ കഴിഞ്ഞിട്ട് അവരുടെ സ്കൂൾ അടച്ച് വിട്ടിട്ടുണ്ട്. അപ്പം ഇന്നലെ ആയിരുന്നു എല്ലാവർക്കും കൂടെ ഉള്ളത്. അപ്പോൾ ഇനി 3ാം ക്ലാസ് മുതൽ +2 വരെയുള്ള കുട്ടികൾക്ക്, അപ്പോൾ ഇന്ന് മധുരമൊന്നും കൊടുക്കുന്നില്ലായിരുന്നു. അപ്പം ഞങ്ങളുടെ വകയാണ്, PTA-ക്കാരുടെ വകയായിരുന്നു ഇന്നത്തെ പായസ വിതരണം. ഞാൻ പിന്നെ ഉച്ച വരെ അവിടെ നിന്ന് പരിപാടിയൊക്കെ കണ്ടേച്ച് അങ്ങ് വീട്ടിൽ പോയിട്ടോ. പക്ഷേ ഉച്ച കഴിഞ്ഞിട്ട് ഭയങ്കര അടിപൊളി പ്രോഗ്രാമൊക്കെ ആയിരുന്നു. നല്ല 4:30 വരെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളി പ്രോഗ്രാം ആയിരുന്നു പിള്ളേർ പറയുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒന്നും വീഡിയോസൊന്നും എനിക്ക് എടുക്കാനും ഒന്നും പറ്റിയിട്ടില്ല. എന്തായാലും നല്ല രീതിയിൽ നല്ലൊരു ഓണാഘോഷ പരിപാടിയായിരുന്നു ഇപ്രാവശ്യം സ്കൂളിൽ നടന്നത്. എല്ലാ പ്രാവശ്യത്തിനേക്കാളും നല്ല രസമായിട്ട് എനിക്ക് തോന്നി കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.